ഞാനിങ്ങനെ വണ്ടിമേൽ മയം കൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്തുണ്ട് എൻ്റെ ഒരു കമ്പനിക്കാരത്തിൻ്റെ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നത് നീ ഇടയല്ലേന്ന് വെച്ചപ്പോൾ ഞാൻ അന്നേരം തന്നെ പറഞ്ഞു നമ്മളെ പയ്യോളി അട്ടക്കുണ്ട് പാലുണ്ടല്ലോ അതിൻ്റെ അരിയത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ കാണുന്നുണ്ട് നീ നേരെ എന്താ കട്ടക്കുണ്ട് പാലം കഴിഞ്ഞ പാടെ തന്നെ മുന്നോട്ടേക്ക് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. അങ്ങനെയെല്ലാം കൂടി ഞാൻ എന്താക്കി ഓളെടുത്തെത്തി ഓളെ വണ്ടിമേ കയറ്റിയിട്ട് എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് കോളോട് തന്നെ ചോദിച്ചപ്പോൾ ഓളെന്നോട് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്പോട്ട് ഉണ്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. ഇവൾ കൊണ്ടുപോയത് എടുത്തൊക്കെ എൻ്റെ മക്കൾ ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു തട്ട് കടയിൽ കയറിയിട്ട് ആദ്യമായിട്ട് കേട്ടോ ചായ പിടിക്കുന്നത്. ഇവിടെ പോയി നോക്കുന്നവരെ എൻ്റെ മക്കളെ നമ്മൾ ചില്ലിൻ്റെ ഉള്ളിലേക്ക് നോക്കേണ്ട ഒരു ആവശ്യമില്ല, കുപ്പീൻ്റെ ഉള്ളിലേക്ക് മാത്രം നോക്കിയാൽ മതി. ഈ കടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവരുടെ ചായ മാത്രമേ വലിയ കൊടുക്കുന്നുള്ളൂ എന്നൊന്നും പറയുന്നില്ല. നല്ല അടിപൊളി പൂളയും മത്തിക്കറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് തീർന്നു നോക്കി കേട്ടോ. അങ്ങനെ ബാലേട്ടൻ്റെ ഭാര്യയും കൂടിയാണ് എന്താക്കുന്നത് ഈ ഒരു തട്ടുകട നടത്തുന്നത്. ഇത് വേറെ ഏടല്ല, നമ്മളെ മണിയൂർ തെരുവത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് ഈ ഒരു സംഭവം ഉള്ളതെന്നൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം. എന്താ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അവിടെ പോകാൻ മയത്ത് പോകാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ്. നല്ല അടിപൊളി നൊസ്റ്റാൾജിയ ഫീലും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി സ്പോട്ട് നിങ്ങളെ ചങ്കക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.